അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1372 സൂറത്ത് യൂസുഫ് 1 മുതൽ 3 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. إنا أنزلناه قرآنا عربيا لعلكم تعقلون نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. സൂറത്ത് യൂസുഫ് 12-ാം അധ്യായം മക്കി സൂറകളിൽപ്പെട്ടതാണ്, അഥവാ ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണ്. പൊതുവായി മക്കി സൂറകളുടെ സ്വഭാവം ഇതിലും കാണും. പ്രവാചകന്മാരുടെ റിസാലത്തും അതേപോലെ അള്ളാഹുവിന്റെ ഏകത്വം, തൗഹീദും, പുനർജന്മത്തെ സ്ഥിരീകരിക്കുന്ന പാരത്രിക വിശ്വാസത്തിലുള്ള ചിന്തയും ഒക്കെ പ്രധാനമായും ഇതിലെ പരാമർശന വിഷയങ്ങളായിരിക്കും. 111 ആയത്തുകൾ അടങ്ങിയ ഈ സൂറത്ത് അഹ്സനുൽ ഖസസ് എന്നാണ് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും നല്ല ചരിത്രം, ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ചരിത്രം എന്നാണ് പരിചയപ്പെടുത്തുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സംഭവബഹുലമായ ജീവിതത്തിന്റെ വിവിധ വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ സമ്മാനിക്കുന്നതുമായിട്ടുള്ള കഥകളും സംഭവങ്ങളുമാണ് ഈ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട പരാമർശന വിഷയം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അലിഫ് ലാം റാ. അള്ളാഹുവിനറിയാം അതിന്റെ അർത്ഥം എന്താണെന്ന്. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. ഇവ വിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ സൂക്തങ്ങളാകുന്നു. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ. നിശ്ചയം നാം ഇതിനെ അറബി ഭാഷയിലുള്ള ഖുർആനായി അവതരിപ്പിച്ചിരിക്കുന്നു. ലഅല്ലക്കും തഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി. നഹ്നു നഖുസ്സു അലൈക. നബിയെ തങ്ങളുടെ മേലിൽ നാം പറഞ്ഞു തരുന്നു അഹ്സനൽ ഖസസി. ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരമായ ചരിത്രത്തെ. ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. ഈ ഖുർആൻ തങ്ങളിലേക്ക് വഹയ അറിയിക്കുക വഴി ഏറ്റവും നല്ല ചരിത്രം തങ്ങളിലേക്ക് നാം പറഞ്ഞു തരുന്നു. വൈൻ കുന്ത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. ഇത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തങ്ങൾ ഈ ചരിത്രങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തവരായിരുന്നുവെങ്കിലും ശരി എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. അപ്പോ സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല പറയുന്നത് തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. ഇത് വ്യക്തമായ ഗ്രന്ഥത്തിന്റെ സൂക്തങ്ങളാകുന്നു, വാക്യങ്ങളാകുന്നു എന്നാണ്. വ്യക്തമായത് എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ബഗവി തങ്ങളുടെ അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു അൽ ബയ്യിന ഹലാലുഹു വഹറാമുഹു വഹുദൂദുഹു വഅഹ്കാമുഹു. ഇതിലുള്ള ഹലാലും ഹറാമും അതേപോലെ നിയമങ്ങളും അതുപോലെ തന്നെ വിധികളും അതിർവരമ്പുകളും ഏതുവരെ നമുക്ക് ഓരോ വിഷയത്തിലും മുന്നോട്ട് പോകാം എന്നതിനാവശ്യമായിട്ടുള്ള കൃത്യമായ അതിരുകൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. ഓരോ വിഷയത്തിലും എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതിനാവശ്യമായിട്ടുള്ള വിധികൾ അതിലുണ്ട്. ശരിയോ തെറ്റോ എന്നതിലേക്ക് കൃത്യമായിട്ടുള്ള സൂചനകൾ അത് നൽകുന്നും ഉണ്ട്. അങ്ങനെയുള്ള മഹത്തായ ഗ്രന്ഥമാണിത്. വ്യക്തമായത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിലെ ഹലാലും ഹറാമും വ്യക്തമാണ്, വിധികളും നിയമങ്ങളും വ്യക്തമാണ് എന്നൊരു വ്യാഖ്യാനമാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നത് വ്യക്തമായത് എന്ന് പറഞ്ഞാൽ ബറക്കത്തുഹു വ ഹുദാഹു വ റുഷ്ദുഹു. ഈ ഗ്രന്ഥത്തിന്റെ അനുഗ്രഹവും ഇതിന്റെ സന്മാർഗവും അതുപോലെ തന്നെ ഇതിന്റെ നന്മയും അത് വ്യക്തമായത് എന്നാണ്. അതായത് ഖുർആനിലുള്ള നന്മകൾ, ഖുർആനിലുള്ള മാർഗദർശനങ്ങൾ,
നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്ബോധനങ്ങൾ എല്ലാം വ്യക്തമായി തന്നെ ഈ ഗ്രന്ഥത്തിലുണ്ട് എന്നാണ് ഇമാം ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നത്. സജ്ജാജ് എന്നവരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബഗവി തങ്ങൾ പറയുന്നത് മുബീനുൽ ഹഖ് മിനൽ ബാത്തിലി വൽ ഹലാലി മിനൽ ഹറാമി, അസത്യത്തെ സത്യത്തിൽ നിന്ന് വ്യക്തമാക്കി തരുന്നതും ഹലാലിനെ ഹറാമിൽ നിന്ന് വെളിവാക്കി മനസ്സിലാക്കി തരുന്നതുമാണ് എന്നാണ്. അങ്ങനെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ പറഞ്ഞു. ആ വ്യാഖ്യാനങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ്. ഈ പറഞ്ഞ എല്ലാ വ്യാഖ്യാനങ്ങളും നമുക്ക് സ്വീകരിക്കാം എന്ന് ചുരുക്കം. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഇന്നാ അൻസൽനാഹു, നിശ്ചയം ഈ ഖുർആനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു, ഈ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരിക്കുന്നു ഖുർആനൻ അറബിയൻ, അറബി ഭാഷയിലുള്ള ഖുർആനായിട്ട്. അറബി ഭാഷയിലാണ് ഖുർആനെ നാം അവതരിപ്പിച്ചത്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാവാൻ വേണ്ടി എന്ന്. അതായത് വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിലായി അവതരിപ്പിച്ചു. കാരണം ഖുർആനിന്റെ പ്രഥമ സംബോധിതർ, ഖുർആൻ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിലും ആ ഖുർആനിന്റെ പ്രഥമ സംബോധിതർ എന്ന് പറയുന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാലഘട്ടത്തിലെ അറബികളാണല്ലോ. അതുകൊണ്ട് അവർക്ക് തിരിയുന്ന ഭാഷയിലാണ് ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത്. ഭാഷ തിരിഞ്ഞതുകൊണ്ട് മാത്രം ഖുർആനിന്റെ ആശയം തിരിയുമെന്നതിന് അർത്ഥമൊന്നുമില്ല. കാരണം ഖുർആനിന്റെ ആശയം തിരിയണമെങ്കിൽ ആര് വിശദീകരിക്കണം? റസൂലുള്ള വിശദീകരിക്കണം എന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, നബിയെ തങ്ങളിലേക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചത് അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനാണ്. അപ്പൊ റസൂലുള്ളാഹിയുടെ വിശദീകരണത്തെ ആസ്പദമാക്കാതെ, ആ വിശദീകരണത്തെ നമ്മൾ ആശ്രയിക്കാതെ ഒരിക്കലും ഖുർആനിന്റെ ആശയങ്ങൾ അറബി ഭാഷ പഠിച്ചതുകൊണ്ട് മാത്രം മനസ്സിലാവില്ല. പക്ഷെ അറബി ഭാഷ എന്ന് പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ മക്കയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും സന്തോഷമുള്ളൊരു ഒരു സംഗതിയാണല്ലോ ഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഷയിൽ ഗ്രന്ഥം ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അത് കേൾക്കാനും അത് ശ്രദ്ധിക്കാനും കുറച്ചുകൂടി എന്തുണ്ടാവും? ആവേശവും സന്തോഷവും ഉണ്ടാകും. അതൊരു കാരണമാണ്. അതേസമയത്ത് മക്കയിൽ ജീവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റേതെങ്കിലും ഭാഷയിലാണ് ഖുർആൻ അവതരിപ്പിച്ചതെങ്കിൽ ഖുർആനെ നിരാകരിക്കാനും തള്ളിപ്പറയാനും അവർക്ക് ആ ഒരൊറ്റ കാരണം മതിയാകും. ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചിട്ടും ഞങ്ങളെ നാട്ടുകാരനായിട്ടും ഞങ്ങളുടെ ഭാഷയെ അവഗണിച്ചു എന്ന് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അക്കാരണം കൊണ്ട് തന്നെ സത്യത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ, ഭാഷാഭ്രാന്തിന്റെ പേരിൽ അവരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശത്രുക്കൾക്ക് വേദി ഒരുക്കപ്പെടുക എന്ന സംഗതി ഇല്ലാണ്ടാക്കുക. എന്നാൽ അതിനേക്കാളൊക്കെ പ്രധാനം ഭാഷകളുടെ കൂട്ടത്തിൽ നിന്ന് അറബി ഭാഷക്കുള്ള വലിയ പ്രാധാന്യവും പ്രത്യേകതയും തന്നെയാണ്. നോക്കൂ, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചു പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ, അറബി ഭാഷയിലുള്ള ഖുർആനായിട്ട് ഈ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞതിന് കാരണം പറഞ്ഞാണ് വദാലിക ലിഅന്ന ലുഗത്തൽ അറബി അഫ്സഹുൽ ലുഗാതി വഅബിയനുഹാ വഔസഉഹാ. അറബി ഭാഷ എന്ന് പറയുന്നത് ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും വ്യക്തവും ഏറ്റവും വിശാലവും കാര്യങ്ങളെ വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ആശയപ്രപഞ്ചം സൃഷ്ടിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു പവർഫുള്ളായ ഭാഷയാണ് അറബി. ആ ഭാഷക്ക് ഉണ്ടാകുന്ന അത്രയും ആശയ വ്യക്തത, അതേപോലെ തന്നെ കുറഞ്ഞ വാക്കുകളിൽ ധാരാളം ആശയങ്ങളെ ഉൾക്കൊള്ളിച്ച് പറയാനുള്ള ഒരു സാധ്യത അത് മറ്റൊരു ഭാഷക്കും ഇല്ല തന്നെ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അക്സറുഹാ ചഅദിയത്തല്ലിൽ മആനില്ലത്തി തഖൂമു ബിന്നുഫൂസി, മനുഷ്യ മനസ്സുകളിൽ തങ്ങി നിൽക്കുന്ന ആശയങ്ങളെ, ആ ആശയങ്ങളെ ധാരാളമായി ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കാൻ ചുരുങ്ങിയ വാചകങ്ങൾ കൊണ്ട് തന്നെ ഫലപ്രദമായ ഉപയോഗം നടക്കുന്ന ഭാഷയാണ് അറബി. ഇത് അറബി അല്ലാത്ത മറ്റൊരു ഭാഷക്കും തന്നെ ഇല്ലാത്ത പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു തആല അറബി ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകി. ഇബ്നു കസീർ തുടർന്ന് പറഞ്ഞു, ഫലിഹാദാ, ഇക്കാരണം കൊണ്ടാണ് അൻസല അഷ്റഫൽ കുത്തുബി, ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആനിനെ അല്ലാഹു അവതരിപ്പിച്ചത് ബി അഷ്റഫിൽ ലുഗാത്തി, ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷ കൊണ്ട്, അലാ അഷ്റഫിർ റുസുലി, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂലുള്ളാഹിയുടെ മേലിൽ, ബി സഫാറത്തി അഷ്റഫിൽ മലായികത്തി, മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കാർമ്മികത്വത്തിൽ, വകാന ദാലിക ഫി അഷ്റഫി ബിഖാഇൽ അർളി,
അത് തന്നെ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാകുന്ന മക്കയിൽ ആണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്. വബ്തദഅ ഇൻസാലഹു ഫി അശ്റഫി ശുഹൂരി സനതി, വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിലാണ് ഈ ഖുർആനിന്റെ അവതരണത്തിന്റെ ആരംഭമുണ്ടായത്. വഹുവ റമളാനു, അത് റമളാൻ മാസമാണ്. ഫഖബുല മിൻ കുല്ലി വുജൂഹി, എല്ലാ അർത്ഥത്തിലും ഖുർആൻ സമ്പൂർണ്ണതയുള്ളതായി. അപ്പൊ ഇബ്നു കസീറിലൂടെ രേഖപ്പെടുത്തുന്ന ഈ ഒരൊറ്റ ചിന്താഗതി ഖുർആനിന്റെ പ്രാധാന്യവും പ്രത്യേകതയും നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഏതർത്ഥത്തിലുള്ള നന്മകളുണ്ടോ, പുണ്യങ്ങളുണ്ടോ, പവറുകളുണ്ടോ, ആ പവറുകളെല്ലാം സാംശീകരിക്കാൻ പറ്റിയ വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ചുരുക്കം. അപ്പൊ ഹലാലും ഹറാമും വ്യക്തമാക്കി അല്ലാഹു തആല പറഞ്ഞു തന്ന വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കൃത്യമായി വിശദീകരിച്ച മനുഷ്യജീവിതത്തെ നന്മയിലേക്ക് നയിക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്ബോധനങ്ങളുടെ ആകത്തുകയായ വിശുദ്ധ ഖുർആനിനെ ഏറ്റവും ശ്രേഷ്ഠമായ അറബി ഭാഷയിൽ ചുരുങ്ങിയ വാചകങ്ങളിൽ ആശയപ്രപഞ്ചം സൃഷ്ടിക്കാൻ പറ്റും വിധത്തിലുള്ള സംവിധാനത്തോടുകൂടെ ഏറ്റവും ശ്രേഷ്ഠരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആകുന്ന മാലാഖമാരുടെ കൂട്ടത്തിലെ ലീഡർഷിപ്പുള്ളവരുടെ ആ നേതൃത്വത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളുടെ ലീഡറായ റമളാനു ശരീഫിൽ ഏറ്റവും അനുഗ്രഹീതമായ മക്ക എന്ന് പറയുന്ന മുത്തുനബിയുടെ ജന്മത്തിന് അല്ലാഹു തെരഞ്ഞെടുത്ത കഅബാലയം എന്ന അവന്റെ ഭവനം സ്ഥാപിക്കാൻ അല്ലാഹു തആല സെലക്ട് ചെയ്ത നാട്ടിൽ ആണ് ഖുർആനിനെ അല്ലാഹു തആല അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നഹ്നു നഖുസ്സു അലൈക, നബിയെ തങ്ങളുടെ മേലിൽ നാം വിശദീകരിച്ചു തരുന്നു അഹ്സനൽ ഖസസി, ഖിസ്സകളുടെ കൂട്ടത്തിൽ, ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ചരിത്രത്തെ, ഏറ്റവും ഭംഗിയുള്ള ചരിത്രത്തെ. സൂറത്ത് യൂസുഫിൽ അല്ലാഹു തആല പറയുന്നത് നല്ല ഒരു ചരിത്രമാണ്. ആ ചരിത്രം ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചരിത്രമാണ്. ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ, ഈ ഖുർആനിനെ തങ്ങളിലേക്ക് ദിവ്യബോധനം നൽകിയതിലൂടെയാണ് ആ ചരിത്രം തങ്ങളുടെ മേലിൽ നമ്മൾ പറഞ്ഞു തരുന്നത്. അഥവാ ഖുർആനിലൂടെ അള്ളാഹുവിൽ നിന്നുള്ള വഹയായി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അല്ലാഹു തആല പറഞ്ഞു തരുന്നു. വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ, ഇത് അവതരിപ്പിച്ചു തരുന്നതിന് മുമ്പ് തങ്ങൾ അതുമായി ബന്ധപ്പെട്ട ധാരണ ഉണ്ടായവരായിരുന്നില്ല എങ്കിലും. അങ്ങനെ തന്നെയാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പരിചയമല്ല, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നു എന്നറിയില്ല. അതൊന്നും അറിയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് ഈ വഹയിലൂടെ അല്ലാഹു തആല അതെല്ലാം സവിസ്തരം അറിയിച്ചു കൊടുത്തിരിക്കുന്നു. അതാ വളരെ സന്തോഷമുള്ള, വളരെ സൗന്ദര്യമുള്ള ചരിത്രം. ആ ചരിത്രം അല്ലാഹു തആല ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അഹ്സനുൽ ഖസസ്, ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ചരിത്രം എന്നിവിടെ പറയാൻ കാരണം എന്താ? ഈ ചരിത്രത്തിൽ ഇമാം ഖുർത്തുബി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ ചരിത്രത്തിൽ മറ്റു ചരിത്രങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് ധാരാളം പ്രത്യേകതകളുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, വഖ്തലഫൽ ഉലമാഉ ലിമ സുമ്മിയത്ത് ഹാദിഹി സൂറത്തു അഹ്സനൽ ഖസസി മിൻ ബൈനി സാഇരിൽ അഖാസിസ്, ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ ചരിത്രം ഏറ്റവും സൗന്ദര്യമുള്ള ചരിത്രമാണെന്ന് പറയാൻ എന്താ കാരണം? ഫഖീല, അതിന് മറുപടി പറയപ്പെട്ടത് അന്നഹു ലൈസത്ത് ഖിസ്സത്തും ഫിൽ ഖുർആനി തതളമ്മനു മിനൽ ഇബ്രി വൽ ഹികമി മാ തതളമ്മനു ഹാദിഹിൽ ഖിസ്സ, ഖുർആനിൽ ഈ ചരിത്രം ഉൾക്കൊള്ളുന്നത് പോലെ ഗുണപാഠങ്ങൾ, അതേപോലെ വിധികൾ മറ്റൊരു ചരിത്രത്തിലും ഇല്ല. ഈ ചരിത്രത്തിൽ നിന്ന് കിട്ടുന്നത് പോലെ അത്രയും വിപുലമായ ഗുണപാഠങ്ങളും വിധിവിലക്കുകളും മറ്റൊരു ചരിത്രത്തിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സൂറത്തിന്റെ അവസാനത്തിൽ, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, ഇവരുടെ ചരിത്രങ്ങളിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഗുണപാഠമുണ്ട് എന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞത്. മറ്റൊരു അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞത്, സമ്മാഹ അഹ്സനുൽ ഖസസി, ഏറ്റവും സൗന്ദര്യമുള്ള ചരിത്രം എന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞതിൽ ഹുസ്നു മുജാവറത്തി യൂസുഫ അൻ ഇഖ്വതിഹി, യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ ഹുസ്നു മുജാവറത്തി യൂസുഫ അൻ ഇഖ്വതിഹി, തന്റെ സഹോദരങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. അതേപോലെ സബരിഹി അല അദാഹും, അവരുടെ കഷ്ടപ്പെടുത്തലുകളുടെയും പീഡനങ്ങളുടെയും മേലിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ക്ഷമിച്ചു. വഅഫ്വിഹി അൻഹും,
അവരെ തൊട്ട് മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. ബഅദൽ ഇൽതിഖാഇ ബിഹിം, അവരുമായി ഒന്നിച്ചുകൂടാൻ അവസരം ഉണ്ടായതിനു ശേഷം. അൻദിക്രി മാ തആതൂഹു, അതേപോലെ അവർ ചെയ്തി കൂട്ടിയിട്ടുള്ള അക്രമങ്ങളൊന്നും പറയാതെ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. വകറമിഹി ഫിൽ അഫ്വി അൻഹും, അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നതിലുള്ള തന്റെ ഔദാര്യ മനസ്ഥിതി. ഹത്താ ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോട് എനിക്ക് പ്രതികാരമില്ല എന്ന് വരെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തക്കാർ തന്നെ കണ്ണീര് കുടിപ്പിച്ചിട്ടും ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന് അവരെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരം ഒത്തുകിട്ടിയപ്പോ തന്നെ പണ്ട് കണ്ണീര് കുടിപ്പിച്ചതിനും കഷ്ടപ്പെടുത്തിയതിനും പകരം ചോദിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്താതെ വിട്ടുവീഴ്ചയുടെ ആൾരൂപമായി മാറിയതാണ് ഈ ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം. അതുകൊണ്ട് തന്നെ അതാണ് ഈ ചരിത്രം ഇത്ര സൗന്ദര്യമുള്ളതാണെന്ന് പറഞ്ഞത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. വേറൊരു വ്യാഖ്യാനം പണ്ഡിതന്മാർ പറയുന്നു, ലിഅന്ന ഫീഹാ ദിക്റൽ അംബിയാഇ വസ്സാലിഹീൻ വൽ മലായികത്തി വശ്ശയാത്തീൻ. ഈ ചരിത്രത്തിൽ അംബിയായിനെ കുറിച്ച് പരാമർശനങ്ങളുണ്ട്, സജ്ജനങ്ങളെക്കുറിച്ച് പരാമർശനങ്ങളുണ്ട്, മലക്കുകളെക്കുറിച്ചും പിശാചുക്കളെക്കുറിച്ചും ചർച്ചയുണ്ട്. വൽ ജിന്നി വൽ ഇൻസി, മനുഷ്യരെയും ജിന്നിനെയും പറ്റി ചർച്ചയുണ്ട്. വൽ അൻആമി വത്തൈരി, ആടുമാടോട്ടകങ്ങൾ, അതേപോലെ തന്നെ മറ്റു പക്ഷികൾ, ഇതിനെക്കുറിച്ചെല്ലാം ചർച്ചയുണ്ട്. ബസീറിൽ മുലൂക്കി വൽ മമാലിക്ക്, അടിമകളുടെയും രാജാക്കന്മാരുടെയും ചരിത്രമുണ്ട്. വത്തുജാരി വൽ ഉലമാഇ വൽ ജുഹാലി, ബിസിനസ്സുകാരുടെയും പണ്ഡിതന്മാരുടെയും വിവരമില്ലാത്ത ജാഹിലീങ്ങളുടെയും ചരിത്രം പറയുന്നുണ്ട്. വരിജാലി വന്നിസായി, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ചരിത്രം പറയുന്നുണ്ട്. വഹിയലിഹിന്ന മക്രിഹിന്ന, സ്ത്രീകളുടെ കുതന്ത്രങ്ങളും ചതികളും, അതിനെക്കുറിച്ച് പരാമർശനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വഫീഹ ദിക്റു തൗഹീദി, അള്ളാഹുവിന്റെ ഏകത്വം സ്ഥിരീകരിക്കുന്ന ചർച്ച ഈ സൂറത്തിലുണ്ട്. വൽ ഫിഖ്ഹി, കർമ്മശാസ്ത്ര വിഷയങ്ങളും, വസിയരി, ഒരുപാട് ചരിത്രങ്ങളും ഗുണപാഠങ്ങളും, തഅ്ബീറുർ റുയാ, സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും, വസിയാസത്തി, അധികാരസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, വൽ മുആശറത്തി, പരസ്പരമുള്ള ബന്ധത്തിന്റെ ശരിയായ നിലപാടുകളും, തദ്ബീരിൽ മആശി, ജീവിതോപാധികൾ ക്രമീകരിക്കുന്നതിലും രാഷ്ട്രീയമായ കാര്യങ്ങളെ കൃത്യമായി മുഖവിലക്കെടുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള വിഷയങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വജുമലിൽ ഫവായിദില്ലത്തി തസ്ലഹു ലിദ്ദീനി വദ്ദുനിയ, ദീനിനും ദുനിയാവിനും ഉപകാരപ്രദമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ വേറെയും ഈ സൂറത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് അഹ്സനുൽ ഖസസ്, ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള ചരിത്രം എന്ന് പേരുവെക്കപ്പെട്ടത് എന്നിങ്ങനെ വിവിധ വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ആധ്യാത്മിക രംഗത്തുള്ള ചില മഹാന്മാർ പറഞ്ഞതായി ഇമാം ഖുർത്തുബി തങ്ങൾ വീണ്ടും ഉദ്ധരിക്കുന്നു. വഖാല ബഅദു അഹ്ലിൽ മആനി, ആധ്യാത്മിക രംഗത്തുള്ള ചില മഹാന്മാർ പറഞ്ഞു, ഇന്നമാ കാനത്ത് അഹ്സനുൽ ഖസസി, ഈ സൂറത്ത് യൂസുഫ് ഏറ്റവും സൗന്ദര്യമുള്ള ചരിത്രമായതിൽ അന്ന കുല്ലമൻ ദുക്കിറ ഫിഹാ, ഇതിൽ പറയപ്പെട്ടിരിക്കുന്ന എല്ലാവരും കാന മആലുഹു അസ്സആദ, അവരുടെ അവസാനം വിജയത്തിലെത്തിയ ചരിത്രമാണുള്ളത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റേതാവട്ടെ, പിതാവിന്റെ ചരിത്രമാവട്ടെ, സഹോദരങ്ങളുടേതാവട്ടെ, അതേപോലെ അസീസിന്റെ ഭാര്യ സുലൈഖ ബീവിയുടേതാവട്ടെ, അവരെ പറ്റിയുള്ള ചരിത്രത്തിലൊക്കെ ആദ്യാദ്യമൊക്കെ ചില കോച്ചറായിത്തരങ്ങളും ചില മോശമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അവസാനം നന്മയിലും ശരിയിലും സത്യത്തിലും അടിയുറച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള പരിവർത്തനത്തിന്റെ പടപ്പാട്ടാണല്ലോ ഈ ചരിത്രത്തിൽ കാണുന്നത്. അതാണ് ഈ ചരിത്രം ഏറ്റവും സൗന്ദര്യമുള്ള ചരിത്രമായത്, അല്ലേ? ഒരു വിഷയത്തിൽ നമ്മൾ തുടക്കത്തിലുള്ള അവസ്ഥയായിരിക്കില്ല ഇടയിലുണ്ടാവുക, ഇടയിലുണ്ടാകുന്ന അവസ്ഥയിൽ അവസാനം ഉണ്ടാവുക. അവസാനം എന്താ ഉണ്ടാവുന്നത് എന്ന് നോക്കിയിട്ടാണല്ലോ മാർക്കിടേണ്ടത്. എങ്കിൽ അവസാനം മാർക്കിടേണ്ട വിഷയം വരുമ്പോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ കൂടെയുള്ള എല്ലാവരും, യൂസുഫ് നബിയും അതേപോലെ യാക്കൂബ് നബി അലി ഇസ്ലാമും അതുപോലെ തന്നെ തന്റെ സഹോദരന്മാരും സുലൈഖ ബീവിയും അടക്കം എല്ലാവരുടെയും സംഭവം സന്തോഷത്തിൽ പര്യവസാനിക്കുന്നതാണ് ഈ ചരിത്രത്തിന്റെ ഇതിവൃത്തം. അതുകൊണ്ടാണ് ഈ ചരിത്രം അഹ്സനുൽ ഖസസ്, ഏറ്റവും സൗന്ദര്യമുള്ള ചരിത്രമായത് എന്ന് ബഹുമാനപ്പെട്ട ഈ ആത്മീയ രംഗത്ത് പവറുള്ള ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിക്കുന്നു. ഏതായാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാന്മാരായ സഹാബത്ത് ഖുർആനിലെ തിയറികൾ ധാരാളം ഉൾക്കൊള്ളുന്ന ആയത്തുകൾ പലതും ഓതിക്കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ്, നബിയെ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചരിത്രം പറഞ്ഞു തരുമെന്ന്. അപ്പോഴാണ് അല്ലാഹു തആല സൂറത്ത് യൂസുഫ്
അവതരിപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ഇവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് നേരത്തെ അറിയാതിരുന്ന ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഇത് വിവരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഗുണപാഠം നമുക്ക് ഉൾക്കൊള്ളാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.